സമാനതകളില്ലാത്ത തരത്തിലാണ് തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ നടക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്കാണ് ജോയ് തോട്ടിലെ മാലിന്യം നീക്കാൻ ഇറങ്ങിയത്. പിന്നാലെ കാണാതാവുകയായിരുന്നു. 33 മണിക്കൂറിലധികമായി നടന്ന രക്ഷാദൌത്യത്തിന്റെ സംഭവവികാസങ്ങൾ ഇങ്ങനെ. ഇന്നലെ രാവിലെ 10 മണി. പെരുമഴയത്ത് കരാർ ജീവനക്കാരനായ മാരായമുട്ടം സ്വദേശി ജോയ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഭൂമിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങിയത് മാലിന്യം നീക്കം ചെയ്യാൻ. എന്നാൽ നിലതെറ്റിയ ജോയ് വെള്ളത്തിലേക്ക് വീണു. ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി ഫയർഫോഴ്സിന്റെ തെരച്ചിൽ. പക്ഷേ കൂന കൂടിക്കിടന്ന മാലിന്യം തടസ്സമായി. ടണലിന് മുൻഭാഗത്തുള്ള മാലിന്യം നീക്കാൻ പലവിധ ശ്രമം. പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ സ്ലാബുകൾ ഇളക്കി തുരങ്കത്തിലേക്ക് ഇറങ്ങാനും നീക്കം. രണ്ടിലും തിരിച്ചടി. തോടിന് കരയിലെ ഇരുമ്പ് കൈവരികൾ തകർത്ത് JCB എത്തിച്ച് മാലിന്യം നീക്കി തുടങ്ങി. മാലിന്യം കുറച്ചെങ്കിലും നീക്കിയതിനു പിന്നാലെ സ്കൂബ ടീം ടണലിന്റെ 40 മീറ്റർ ദൂരത്തിൽ തെരച്ചിൽ നടത്തി. പക്ഷേ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജെൻ റോബോട്ടിക്സ് ടീം സംഭവസ്ഥലത്തെത്തി. പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ റോബോട്ട് ഇറക്കി. അതും ഫലം കണ്ടില്ല. രണ്ടാം ദിവസം പുലർച്ചെ തന്നെ NDRFും സ്കൂബ ടീമും തെരച്ചിൽ ആരംഭിച്ചു. സ്കൂബ ടീമിലെ 3 അംഗങ്ങൾ മാൻഹോളിൽ ഇറങ്ങി തിരച്ചിൽ നടത്തി. 30 മീറ്ററോളം ഉള്ളിൽ കയറി പരിശോധിച്ചു. ഫലം നിരാശ തന്നെ. $70 മീറ്റർ കയറി പരിശോധന. ശരീരഭാഗം റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെന്ന് സംശയം. സംശയം തോന്നിയിടത്ത് വീണ്ടും പരിശോധന. റോബോട്ടിക്സ് ക്യാമറയിൽ പതിഞ്ഞത് മനുഷ്യ ശരീരമല്ലെന്ന് ഫയർഫോഴ്സ് തന്നെ സ്ഥിരീകരിച്ചു. 24 തിരുവനന്തപുരം.